ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണല്ല. ഞാനും ഞെട്ടിപ്പോയി. കാണുമ്പോ ഒരു ചിപ്സ് ഒക്കെ പോലെ ഇരിക്കുന്നു. പാമ്പ് പോലത്തെ ഒരു സാധനമാണ്. ഗൈസ്, നമ്മൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആട്ടാ ചെയ്യാൻ പോണം. ആരെയാ പ്രാങ്ക് ചെയ്യാണെന്നറിയോ? അപ്പൂരെയാണ് ഗൈസ്, അപ്പൂരെ. അപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റഡ് ചെയ്യണല്ല. കാരണം ഇന്നൊരു പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സിങ്ങിന് മേടിച്ചു. അപ്പം ഞാൻ ചുമ്മാ ഇരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ ഇതുകൊണ്ട് അപ്പൂന് പ്രാങ്ക് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പം എന്താ നമ്മുടെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതെ, ഇതാണ് സാധനം. ഇതാണ് ഗൈസ് സാധനം. എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കട്ടെ. ഗൈസ്, ഇതാണ് സാധനം. കാണുമ്പോൾ ഒരു ചിപ്സ് ഒക്കെ പോലെ ഇരിക്കും. നോക്കി കണ്ടോ, ഡെലീഷ്യസ് ചിപ്സ്. കറക്റ്റ് പൊട്ടറ്റോ ഫ്ലേവർ, പൊട്ടറ്റോ പഫ്ഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്, ന്യൂട്രീഷൻ ഫാക്റ്റ് എല്ലാം കറക്റ്റ് ചിപ്സൊക്കെ പോലെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനമാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വേറൊരു സാധനമാണ്. അതെന്താ വെച്ചാൽ ഒരു പാമ്പ് പോലത്തെ ഒരു സാധനമാണ്. അത് ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്താൽ പണി കിട്ടും. കാരണം അപ്പു വരാറായിട്ടുണ്ട്. ഇപ്പം ഏകദേശം നോക്കി സമയം 4:30 ആയിട്ടുണ്ട്. ഇപ്പം അവന് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് 4:35 ആകുമ്പോഴേക്കായിരിക്കും വരിക. എന്താ അപ്പൊ 4:35 ആകുമ്പോഴേക്കാണ് വരിക. എന്താടാ എന്താ പറ അപ്പൊ 4:35 ആകുമ്പോഴേക്കാണ് വരാം. അപ്പൊ നമുക്ക് അപ്പൂനെ പ്രാങ്ക് ചെയ്യാൻ ഗൈസ്. അപ്പൊ എന്താ നിനക്ക് എന്താ അപ്പൊ 4:35 ആകുമ്പോഴേക്കും അപ്പു വരും കേട്ടോ. കറക്റ്റ് ഫുള്ള് ഒന്ന് എന്താ ഇപ്പൊ കറക്റ്റ് ചിപ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചിപ്സ്. ഞാൻ ആദ്യം എടുത്തപ്പോൾ ഞാൻ ചെറുതായി ഞെട്ടിപ്പോയി. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും, പക്ഷേ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം പാമ്പ് പോലത്തെ ഒരു സാധനമാണ്. പാമ്പല്ല, പക്ഷെ ഒരു പാമ്പിൻ്റെ കഴുത്തൊന്നും ഇല്ലാത്ത ഭാഗമല്ലേ, അങ്ങനത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് അപ്പു വരുമ്പോഴേക്കും നമുക്കിത് കൊടുക്കാട്ടോ. ഇവന് കൊടുക്കാം ചിപ്സാണ്. മറ്റേ എന്താ പ്രിങ്കിൾസ് പോലത്തെ ചിപ്സാന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവനെന്തായിരിക്കും വരാത്തേ? കുറേ നേരമായി. ഗൈസ്, ഇവനെന്തായിരിക്കും വരാത്തേ? കുറേ നേരം 4:33 അപ്പൊ നീ എന്താ വൈകിയേ? എന്തോ പരിപാടി ഉണ്ടല്ലോ, സത്യം പറ. എന്താ അല്ലെങ്കിൽ നീ നേരത്തെ വരണ്ടല്ലോ. അല്ല, ഞാൻ വന്ന് വീട്ടില് കുറച്ചേരം പട്ടിനെ കളിപ്പിച്ചിരുന്നു. പട്ടി ഏത് പട്ടി? തറവാട്ടില്. മറ്റേ പട്ടീനെ. ഇന്നാ ഇത് നോക്കുന്ന എന്തത്? ഇത് മറ്റേ കഴിഞ്ഞ ദിവസം അമ്മായി കൊണ്ടുവന്ന. അപ്പൊ നിനക്ക് തരാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റി. ഇത് മറ്റേ സാധനല്ലേ? ഇത് പ്രിങ്കിൾസ്. അതല്ല, പ്രിങ്കിൾസ് പോലെ എന്തോ ഇതാണ്. എന്തത്? പ്രിങ്കിൾസ് പോലത്തെ എന്തോ ആണ്. കണ്ടിട്ട് ഞാൻ കഴിച്ചില്ല. ഇത് നീ വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു വെച്ചായിരുന്നു. കൊള്ളാലത്. പൊട്ടിക്കട്ടെ? നിക്ക് ഒരു മിനിറ്റ്. ആ ന്യൂട്രീഷൻ ഫാക്ട് ഒക്കെ ഞാൻ ഇടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഷുഗർ ഒന്നുമില്ല. പൊട്ടറ്റോ ചിപ്സിലാണോ ഷുഗർ? അല്ല, ചുമ്മാറിനാ. ഫാറ്റ് ഉണ്ട് 5.9 ഗ്രാം. അതൊന്നും കുഴപ്പമില്ല. നീ അത് എടുത്ത് പൊട്ടിക്കുക, ഞാൻ കഴിക്കാം. അപ്പറയാണോ നോക്കി? അല്ല ഇപ്പറയല്ലേ, ഇവിടെ തന്നെ പൊട്ടിക്ക്. ഞാനും ഞെട്ടിപ്പോയി. ശബ്ദം മാത്രം കേട്ടോളൂ. ഇത് മറ്റു സാധനല്ലേ? ഇത് ഞാൻ കണ്ടേണ്ടത് വീഡിയോയില്. ഞെട്ടിപ്പോയി. ശരിക്കും ഞാനും ഞെട്ടിപ്പോയി. കാരണം എന്റെ മോനെ ഇതിനകത്തുള്ള ശരിക്കും ചിപ്സ് ഇല്ല. ചിപ്സ് ഇല്ല. പ്രാങ്ക്. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ക്യാമറ കൊണ്ടുവന്നപ്പോ നമ്മള് ചുമ്മാ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ വീഡിയോ എടുക്കാറുള്ളല്ലേ. അയ്യോ ഗൈസ്, അപ്പൊ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അപ്പൂനെ അറിയാന്ന് വിചാരിച്ചത്. യൂട്യൂബിൽ കണ്ടിട്ടില്ല? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. മറ്റേ ഇതല്ല, ഇതിന്റെ വേറെ ടൈപ്പ്. ഈ അമേരിക്കക്കാരൊക്കെ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാനുണ്ടല്ലേ വൈഫിനെയൊക്കെ, അതുപോലത്തെ വീഡിയോയിലൊക്കെ. എന്താ അയ്യോ കറക്റ്റ് സത്യം പറഞ്ഞ ഗൈസ്, ആരും ഉണ്ടായാലും പേടിച്ചു കൂട്ടോ. തമാശ ഭാഗ്യം കേട്ടോ.
ഇങ്ങനെ വെക്കാത്ത ഭാഗ്യം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഇതാവൂല. നോക്കി അങ്ങനെയൊന്നും ആവൂല. ഇല്ല മൂക്ക് ഇത് പറ്റില്ല. എടാ ഒന്നും പറ്റില്ല, സ്പ്രിങ് അല്ല അതിന്റെ ഉള്ളിൽ സ്പ്രിങ്ങാ. ശരിയാ, മൂക്കി കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ പറ്റൂന്നില്ല. ചിറ്റ അല്ല അറ്റാക്ക് വന്ന് ഡെഡായി പോട്ടോ. വല്ല പാമ്പാന്ന് പറഞ്ഞു ആ പാറു വരുമ്പോ ചെയ്യാം. പാറ നിന്നെ ഓടിച്ചിട്ട് പറ്റും. അത് ശരിയാ. പാറുവിനൊക്കെ എങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലോ കൈ. എന്നെ ഒന്നും ചെയ്യണ പോലെയല്ല പാറുവിന് ചെയ്ത. പാറു വാക്കാത്തിടുത്ത് വെട്ടും. സത്യം. അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അയ്യോ ഇതുണ്ടോ? ആ ശരി, അത് കാണിച്ചപ്പോ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടേ ഗൈസ്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇത് ഉള്ളിലേക്ക് കയറ്റിക്ക് ഓടിച്ച് പൊട്ടി. ഇതാണ് ഇന്നലെ കൊറിയർ തന്നെ. ആ എടുത്തെടുത്ത് കയറ്റി. ഞാൻ വിട്ടതല്ല, കൈ തെറ്റിപ്പോയതാ. കാര്യമായിട്ട് കൈ തെറ്റിപ്പോയതാ. എടുത്ത് വെക്ക്, ഇതിന്റെ ഉള്ളിലേക്ക് എടുത്ത് ഈ അടപ്പാദ്യം. ആ എടാ അങ്ങനെയല്ല, സ്പ്രിങ്ങിന്റെ ആക്ഷൻ പോലെ കയറ്റി. ഓക്കെ മാറി നോട്ടോ, വയറ്റിലേക്ക് ഇറച്ചി തന്നെ പറയരുത്. എടാ ഞാനിപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് അതേ കണ്ട ഗൈസ്, കണ്ട ഇത് കണ്ടോ ഇപ്പൊ കണ്ട ചിപ്സ് പോലെ വന്നു കണ്ടോ? കറക്റ്റ് ആയിട്ട് ഇതൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ന്യൂട്രീഷൻ. ഞാൻ പൊതുവേ ഗൈസ് ഞാൻ എന്താന്നറിയോ, ഞാൻ എല്ലാം ഇപ്പൊ എന്താ ഐറ്റം മേടിച്ചാലും ഞാൻ ന്യൂട്രീഷൻ ഫാക്ട് വെക്കാം. അപ്പൊ ഞാൻ അപ്പൂനെ പറ്റിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നോക്കിയാൽ ഞാൻ ന്യൂട്രീഷൻ ഫാക്ട് എന്ത് സാധനം മേടിച്ചാലും അതിന്റെ എന്തോരം ഷുഗർ ഉണ്ട്, ഫാറ്റൊക്കെ എന്തോരം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അത് അങ്ങനെ ചെക്ക് ചെയ്തില്ല അപ്പൂന് എന്തെങ്കിലും ഡൗട്ട് അടിക്കും. അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തതാണ്. അമേരിക്ക അങ്ങനെ അപ്പൂനെ നമ്മൾ സക്സസ്ഫുള്ളി പ്രാങ്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത പ്രാങ്ക് നിങ്ങൾ കമന്റ് ചെയ്ത് നമുക്ക് അതും ചെയ്യാട്ടോ. അത് ഞാനും കാണൂല കമന്റ്. അല്ല നീ അറിയാണ്ട് നിന്നെ പ്രാങ്ക് ചെയ്താ നീ അറിയില്ലല്ലോ. ഇപ്പൊ നീ അറിഞ്ഞില്ലല്ലോ, ഞാനും പ്രാങ്ക് ചെയ്യുന്ന. ഗൈസ് വീഡിയോ വെച്ചിട്ട് ടാറ്റാ ടാറ്റാ ടാറ്റാ.